രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ എത്ര ഒച്ചയിടണം അല്ലേ? അതുപോലെ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ എത്രയോ ഒച്ചയിടണം. പിന്നെ വെയിലും മഴയും മാറി മാറി വരുന്നതിൻ്റെ അസ്വസ്ഥതകൾ വേറെ. നമ്മൾ പെണ്ണുങ്ങളുടെ തൊണ്ട ഇടയ്ക്കൊക്കെ പണിമുടക്കാറില്ലേ? അപ്പോൾ തൊണ്ടയിൽ വരുന്ന കിച്ച് കിച്ച് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് തന്നെ നമുക്ക് വലിയ ആശ്വാസം കിട്ടും കേട്ടോ. നല്ല പനിക്കൂർക്കയുടെ ഇലയും തുളസിയും കൂടെ കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ചൂടോടുകൂടി തന്നെ ഇടയ്ക്ക് കുടിച്ചാൽ മതി. അതുപോലെ പേരയുടെ തളിരിലയും കൂടെ ഞാൻ പറിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതോ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് സാധനങ്ങൾ എന്തോ വാങ്ങിച്ചപ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് സാധാരണ ഒരു ഇലക്ട്രിക് കെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അത്ര നല്ല കമ്പനിയൊന്നുമല്ല, ഒട്ടും വെയിറ്റ് ഇല്ല, കമ്പനിയൊന്നും അത്ര നല്ലതല്ല, ബ്രാൻഡഡ് അല്ല. പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം അതിനകത്ത് ഞാൻ പനിക്കൂർക്കയും തുളസിയും കൂടി ഇട്ടിട്ട് കുറച്ചധികം നേരം തിളപ്പിക്കും. അപ്പോൾ അതങ്ങനെ ചൂടോടുകൂടി കുറേ നേരം ഇരുന്നോളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാം. പിന്നെ പേരയുടെ തളിരില ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ തിളയ്ക്കും. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലൊരു കളറായിട്ടുണ്ടാവും. കുടിക്കാൻ ഒട്ടും രുചി വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സുഖമാണ് കുടിക്കാൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ പഞ്ചസാര വല്ലതും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പേരയുടെ വെള്ളം. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല മാമ്പഴ മഞ്ഞ കളറാണ്. ഇതിൻ്റെ ക്യാമറ ശരിയല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതല്ല കളറ്, ഇതാണ് കറക്റ്റ് കളറ്. മാമ്പഴ മഞ്ഞ കളറ് ടോപ്പും മെറൂൺ ബോട്ടം. ഇത് പാറുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലെ യൂണിഫോമാണ്. തയ്ച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമുള്ള കളറായതുകൊണ്ട് കൂടി കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.